ഇൻസ്പെക്ടർ യതീഷ് സാറെ വിളിക്കുന്നത്. സജിട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. ഹലോ സർ. കൺഗ്രാറ്റുലേഷൻസ് അയ്യ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. യതീഷ് സാർ, സോറി. സാർ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രേയ ന്യൂസ് കണ്ടില്ലേ? ഇന്നത്തെ TV ചാനൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രേയല്ലേ? എ ബ്രേവ് വുമൺ ഹൂ ക്വസ്റ്റ്യൻസ് ഇൻ സോഷ്യൽ ഇൻജസ്റ്റിസ്. ഡിപ്പാർട്ട്മെന്റിനെ അഭിമാനിക്കാം. ശ്രേയ പോലൊരു പെൺകുട്ടി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ശ്രേയ, വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. സർ, രാജേശ്വരിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പതിവ് കാഴ്ചയാണ് മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചുമുള്ള സാമൂഹിക വിരുദ്ധരുടെ ശല്യം. കൂടുതലും പെൺകുട്ടികൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. സമാനമായ സംഭവമാണ് കുട്ടനാട്ടിലെ സ്വതന്ത്രമുക്കിലും ഉണ്ടായത്. എന്താ അവരിപ്പോ എത്തുന്നു പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ? എത്തും ബാല, നീ വിഷമിക്കാതെ. മോളെ, അച്ഛാ, മോളെ, നിനക്കൊന്നും പറ്റില്ല? അനു, മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്? എനിക്കൊരു കുഴപ്പമില്ലമ്മേ. ആരായിരുന്നു മോളെ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയത്? അതെനിക്കറിയില്ല അച്ഛാ. അപ്പോഴേക്കും ചേച്ചി വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ. അതാ എന്റെ മാഡം, വണ്ടർ വുമൻ ഡയാന പ്രിൻസസിനെ പോലെ രക്ഷക്കെത്തിയില്ലേ? നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യ എന്റെ പൊന്നു. ഒരാപത്ത് വന്നപ്പോ പൊന്നു തന്നെ വേണ്ടി വന്നല്ലോ. കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചിലര് കണ്ണീര് ഒലിപ്പിച്ച് നോക്കി നിന്ന് കാണും. മോളാകെ പേടിച്ചിരിക്കുക. നീ വാ, അകത്തേക്ക് പോവാം. ഓട്ടോ വിട്ടേക്ക്. എത്രയായി? ബാലമാമേ, വലിയൊരു അപകടത്തിൽ നിന്ന് അനുമോള് രക്ഷപ്പെട്ടത്. ഇനി അവള് കോളേജിലേക്ക് പോകുമ്പോൾ ഗോവിന്ദനെ കൂട്ടിവിടാം. ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ ഒരു ധൈര്യക്കുറവ് തോന്നുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ബാലമാമേ. അവരെ കണ്ടിട്ട് ഇവിടെ ഉള്ളവരാന്ന് തോന്നുന്നില്ല. നമ്മുടെ കുട്ടനാട്ടിൽ പോവാല ശല്യം ഉണ്ടെങ്കിലും ഉപദ്രവിക്കുന്ന സ്വഭാവമില്ല. ഇതെന്തോ ലഹരി ഉപയോഗിച്ച് വയലന്റ് ആയതാ. ഇപ്പോ നാട്ടുകാരും അലേർട്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരെ കണ്ട അവര് കൈകാര്യം ചെയ്തോളൂ. എന്നാലും അനുവിനെ രക്ഷിച്ചത് ശ്രേയയാണെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ശരിക്കും അല്ല, ശരിക്കും എന്താ ഉണ്ടായത് കാക്കോത്തി? ന്യൂസ് കണ്ടു. അത് അനുമോള് കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് 4 പേര് ചേർന്ന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് കണ്ടുകൊണ്ട് ആ വഴി വന്ന ശ്രേയ അവന്മാരെ കീഴ്പ്പെടുത്തി മരത്തിൽ കെട്ടിയിട്ടതും പോലീസിനെ വിളിച്ചതൊക്കെ. എന്നാലും ശ്രേയക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന്? സ്റ്റാഫിനോടും മറ്റുള്ളവരോടുള്ള ചാട്ടേ ഉള്ളൂ അവൾക്ക്. ഇതുപോലുള്ള സിറ്റുവേഷനിൽ നിന്ന് അവള് പിന്മാറേണ്ടതാ. എനിക്കും അതാ സംശയം മോനെ. ഞാനത് ചാരുമോളോട് പറയായിരുന്നു. മോളെ, നീ ഞങ്ങളോട് കള്ളം പറയില്ല എന്നറിയാം. എന്നാലും മനസ്സിലെ സംശയത്തിനൊരു ഉത്തരം വേണമല്ലോ. പറ, സത്യത്തിൽ എന്താ ഉണ്ടായത് കാക്കോത്തി? ഞാൻ പറഞ്ഞില്ലേ, ശ്രേയ സ്വന്തം ശരീരം നോവുന്ന തരത്തിൽ ഒന്നും ചെയ്യില്ല. ഇത് ചെയ്തത് കാക്കോത്തിയാണെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പഴയ കളരിക്കാരിയും കബഡി പ്ലെയറൊക്കെ അല്ലേ? നിനക്കേ അവരെ കീഴ്പ്പെടുത്തി മലർത്തിയിടാൻ പറ്റുമെന്ന് എനിക്കറിയാം. വാഗമണിലെ റിസോർട്ടിൽ വെച്ച് ശ്രേയയുടെ കയ്യിൽ നീ ഒരു പിടുത്തം പിടിച്ചില്ലേ? അവൾക്കത് നന്നായിട്ട് വേദനിച്ചു. പക്ഷെ ശ്രേയ അത് പുറത്ത് കാണിച്ചില്ല. നിന്റെ ബലത്തെ പറ്റിയും ആത്മധൈര്യത്തെ പറ്റിയും എനിക്കറിയാവുന്നതല്ലേ?